നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ലാൽ ജോസ്. മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങൾ വിദ്യാഭ്യാസ രംഗത്തേക്ക് ഒരു ചുവടുമാറ്റം നടത്തിയാൽ അതെങ്ങനെയിരിക്കും? ആ ഒരു ചുവടുമാറ്റം ആക്ഷേപഹാസ്യ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ഇവിടെ മിറ്റ്സിലെ അധ്യാപകർ. മലയാള സിനിമാ സംഘടനയായ അമ്മ ഒരു സ്കൂൾ തുടങ്ങുകയും മലയാള സിനിമാ നടന്മാർ അവിടെ അധ്യാപകരുമായിട്ട് വരികയാണെങ്കിൽ അവരുടെ ക്ലാസ്സുകൾ എങ്ങനെയിരിക്കും? നമുക്ക് കാണാം. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അമ്മ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക്. ആദ്യത്തെ പീരീഡ് കെമിസ്ട്രിയാണ്. കെമിസ്ട്രി എടുക്കുന്നത് മലയാളത്തിൻ്റെ ബിഗ് ബി, നമ്മുടെ സ്വന്തം മമ്മൂക്ക. Good morning, children. Today we are going to study about chemical equations. You know what is a chemical equation? For example, IAS plus 22202 when passed through a district collector, it is IPC 302 plus Chem. Sir, എന്താ sir ഈ IAS? It is iodine, antimony and sulfur. അപ്പ IPC യോ? It is iodine, phosphorus and carbon. Jack, come on, tell me, what is IAS? What is IAS? I won't leave you, Jay Krishnan. I won't spare you. I pity not you, but this attire, this uniform. നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നിന്നെ ഞാൻ ഈ സ്കൂളിൽ നിന്നും പുറത്താക്കിയിരിക്കും, ജയ കൃഷ്ണൻ. I will hunt you down. നിന്നെ വേട്ടയാടി പിടിക്കും. അതിനു മുമ്പ് നിനക്ക് എന്നെ തളയ്ക്കാൻ പറ്റുമെങ്കിൽ then prove it if you dare. അടുത്തത് സംഗീതത്തിൻ്റെ ക്ലാസ്സാണ്. ഈ സ്കൂളിലെ സംഗീത അധ്യാപകൻ ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ. നരസിംഹം ധർമാർത്ഥമോക്ഷം നരസിംഹം പൂർണ്ണം ബ്രഹ്മം നരസിംഹം ത്വമേവ സർവം നരസിംഹം. സംഗീതം പഠിക്കണമെന്ന മോഹവുമായി ചിന്തിക്കേറിയത് ഒരു പഴയ സിംഹത്തിൻ്റെ മണി, നാഷണൽ ഗെയിംസ് ഓഫ് ഇന്ത്യ. ആവശ്യമറിയിച്ചപ്പോൾ ദക്ഷിണ വയ്ക്കും. ഊരുതണ്ടിയുടെ ഓട്ടക്കീശയിൽ എന്തുണ്ട്? ഒടുവിൽ സംഗീതത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ച് അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ലാലിസം രാഗത്തിൽ ഒരു കീർത്തനം പാടി മുഴുവയ്ക്കും മുമ്പ് സെക്യൂരിറ്റി ചേട്ടന്മാർ വന്നെടുത്തുകൊണ്ട് പോയി. പിന്നെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ട്രോളുകളായി സബരോं की जिंदगी जो कभी नहीं खत्म हो जाती. ആനപ്പുറം കറക്കുന്നതാണ് എൻ്റെ ക്ലാസ്സിൽ കാര്യം. പിരീഡ് കഴിഞ്ഞാൽ ഇറങ്ങിപ്പോയി കൂടാറുണ്ട്. പോഷൻ തീർക്കാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുക, ഈ പിരീഡ് എനിക്ക് തരാൻ പറ്റുമോ? ഇല്ല. ക്ലാസ് എടുക്കേണ്ട സമയത്ത് ഡയലോഗ് അടിച്ചുകൊണ്ടിരുന്നിട്ട് അവൻ എൻ്റെ പിരീഡ് ചോദിക്കാൻ വരുന്നു. അതിമോഹമാണ് മോനെ ദിനേശ, അതിമോഹം. എക്സ്ട്രാ ക്ലാസ്സുകൾ എടുത്ത് റിസൾട്ട് ഉണ്ടാക്കാമെന്നുള്ള അതിമോഹം. റിസൾട്ട് വന്ന് പിള്ളേരെല്ലാം തോറ്റു കഴിയുമ്പോ നീ വാ, ഞാൻ തരാം 1-2 റെമഡിയൽ ക്ലാസ്സുകൾ എടുത്ത് ആശ തീർക്കാം നിനക്ക്. സാഗർ എന്ന അധ്യാപകനെ നിനക്കറിയും.
ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല. മോർണിംഗ് മോർണിംഗ് ഇരിക്കണവിടെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂട്ടൺസ് തേർഡ് ലോ. നിങ്ങൾക്ക് അറിയാവടാ എന്താ ന്യൂട്ടൺസ് തേർഡ് ലോ എന്ന്? എന്താ? എവരി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. മനസ്സിലാവടാ? മനസ്സിലായി. എടാ സ്വാമിനാഥ, നീ ഇവിടെ വന്നീ. എന്താ നിനക്കൊരു വല്ലായിക? ഒന്നുമില്ല. എന്താ നല്ല സുഖമില്ലേ? നല്ല സുഖണ്ട്. എന്താണ് അതിന്റെ കയ്യില്? ഫിസിക്സ് ക്ലാസ്സിലാണോടാ നീ ബോബനും മോളിയും വായിച്ചോണ്ടിരിക്കണേ? നിനക്ക് ബോബനും മോളിയും വായിക്കണം അല്ലേ? നിനക്ക് ഫിസിക്സ് ക്ലാസ്സിൽ ബോബനും മോളിയും വായിക്കണം അല്ലേ? അറിയാതെ പറ്റിപ്പോയതാ. ക്ഷമിക്കണം, മറക്കണം, എല്ലാം മറക്കണം. മറക്കണോ? എന്തൊക്കെയാണോ ഞാൻ മറക്കണ്ടേ? പറയാൻ എന്തൊക്കെയാ ഞാൻ മറക്കണ്ടേന്ന്? ആനപ്പാറയിലെ ആ ചെറുക്കം വന്ന് ലാലിസം കാണിക്കേണ്ട സമയങ്ങളെന്ന് ഞാൻ മറക്കണോ? ബോബനും മോളിയും ഞാൻ മറക്കണോ? അതോ ന്യൂട്ടൺസ് തേർഡ് ലോ ഞാൻ മറക്കണോ? എടോ പറയാൻ പറയാൻ സിനിമയിലെ പോലെ തന്നെ തീ വാറുന്ന ഡയലോഗുകളുള്ള ക്ലാസ്സാണ് അടുത്തത്. ബയോളജി. ബയോളജി എടുക്കുന്നത് ഒരു കാലത്തെ ആക്ഷൻ ഹീറോ ആയിരുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സുരേഷ് ഗോപി. നിർത്തണ അവന്റെ ഒരു കോപ്പിലെ പാട്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഫോർ എക്സാമ്പിൾ, ടേക്ക് എ മാൻ കോൾഡ് മോഹൻ തോമസ്. പുള്ളി കുറച്ച് ഭക്ഷണം കഴിക്കുന്നു. അതൊരു PVC പൈപ്പിൽ കൂടെ അയാളുടെ വയറ്റിൽ ചെന്നിട്ട് ഒരു സാധനത്തിൽ കൂടെ ഇങ്ങനെ കയറി ഇറങ്ങി പോകും. എന്താ സാറേ അതിന്റെ പേര്? അതിന്റെ പേര് ഇൻട്രസ്റ്റിംഗ് അല്ലാണ്ട. നീ വെറുതെ ക്വസ്റ്റ്യൻ ചോദിച്ച് മനുഷ്യനെ കുഴപ്പിക്കരുത്. പറയുന്നത് അങ്ങ് കേട്ടാ മതി. ഇവിടെ നിങ്ങൾക്കൊരു ഇമ്പോർട്ടന്റ് ഇക്വേഷൻ പഠിക്കാനുണ്ട്. U+A gives yes. അതായത് ഉച്ചിഷ്ടം പ്ലസ് അമേദ്യൻ gives shit. നിന്റെ ഈ ചിരി ഉണ്ടല്ലോ, കണ്ടപടത്തൊക്കെ ട്യൂഷന് പോയി പാസ്സാവാന്നുള്ള ഒരു അഹങ്കാരത്തിന്റെ ചിരി. ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോ ആ ചിരി നിന്റെ മുഖത്ത് ബാക്കി കാണില്ല. ദിസ് ഈസ് ഗോപി, ഭരത് ഗോപി. ജസ്റ്റ് ഡിസംബർ ദാറ്റ്. ക്ലാസ് കഴിയാറായി. അവസാനത്തെ പീരീഡ് PT ആണ്, ഫിസിക്കൽ ട്രെയിനിങ്. PT എടുക്കുന്നത് ഒരു ന്യൂ ജനറേഷൻ താരമാണ്. മലയാള സിനിമയിൽ തൻ്റെതായ ശൈലി ഉറപ്പിച്ച ശ്രീമാൻ വിനയ് ഫോർട്ട്. നമ്മൾ പഠിക്കുന്നത് PT വളരെ സിമ്പിളാണ്. ഭയങ്കര പവർഫുള്ളാണ്. അഞ്ജലിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലാവുന്നില്ലേ പറയണം. ഓക്കെ സാറേ എന്താ സാറേ PT? PT എന്ന് പറഞ്ഞാൽ PT പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. പിന്നെ പിന്നെ ഫുൾ കളികളാണല്ലോ. അപ്പോൾ PT എന്ന് പറഞ്ഞാൽ പ്ലേ ടൈമാണ് PT. ഓക്കെ, ഇന്നിപ്പോൾ മഴ കാരണം നമുക്ക് ഗ്രൗണ്ടിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ക്ലാസ്സിലിരുന്ന് എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ ആവാം. നിങ്ങൾക്കെല്ലാം സമ്മതമാണെങ്കിൽ ഞാൻ
ഞാനൊരു പാട്ട് പാടാം. എന്നവളെ അടി എന്നവളെ ഇന്ന് ഉലകത്തെ തൊലൈத்து വിട്ടേ அது நுழைந்த இடம் அந்த இடத்தை உழைத்து விட்டே கொலுசில் அது நுழைந்ததென்று என்ற காலடி தேடி வந்தேன் காதல் കണ്ടില്ലേ, ഇതായിരിക്കും മലയാള സിനിമയിലെ നടന്മാർ വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വന്നാലുള്ള അവസ്ഥ. ഇതിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, നടന്മാർ എന്നും നല്ല നടന്മാരായിരിക്കട്ടെ, അധ്യാപകർ എന്നും നല്ല അധ്യാപകരായിരിക്കട്ടെ. ദിസ് ഈസ് ലാൽ ജോസ് സൈനിങ് ഓഫ്. നന്ദി, നമസ്കാരം.